warmly welcome you to our Passion recital with the theme, Behold the Lamb of God. This evening, we remember and reflect on the Lamb of God who took away the sin of the world through his great sacrifice. Let us glorify him with thankful hearts and reflect deeply on his sacrifice. I now call upon Manju Shebin Koshiachan to lead us in the opening prayer. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാഷൻ റിസൈറ്റലായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ റിസൈറ്റലിന് കർത്താവെ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറങ്ങളെ ദൈവവരങ്ങൾ സമർപ്പിക്കുന്നു. നീ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹീതമായി ഈ ശുശ്രൂഷയിൽ പാട്ടുകൾ പാടുവാൻ നീ നിൻ്റെ മക്കളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നേർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട സജീവച്ചനായ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് മുഖ്യ സന്ദേശവുമായി കടന്നു വന്നിരിക്കുന്ന ഫിലിപ്പ് അച്ഛനെയും ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെയും നീ അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ഇന്നത്തെ ശുശ്രൂഷ ആദിയോടന്തം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തിരുവാൻ തമ്പുരാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമുക്ക് ഈ നാളുകളിൽ 50 ദിവസം നൊയമ്പ് പ്രാർത്ഥനയായിട്ട് കൂടി വരുവാൻ ദൈവമിടയാക്കി. കഴിഞ്ഞ ദിവസം നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർക്കുവാനും ധ്യാനിക്കുവാനും ഗുഡ് ഫ്രൈഡേ സർവീസായിട്ട് ദുഃഖവെള്ളിയായിട്ട് ദേവാലയത്തിൽ ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിപ്പാനൊക്കെ ലഭിച്ച അവസരത്തെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ദുഃഖശനിയാഴ്ച, ഹോളി സാറ്റർഡേ. ദുഃഖശനിയാഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയുടെ ഗായക സംഘം വളരെ നാളുകളായിട്ട് ഈ ശനിയാഴ്ച പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്നത് ഈസ്റ്റർ റിസൈറ്റൽ, ഈസ്റ്ററിൻ്റെ ഒരു ഗാന സന്ധ്യയായിട്ടാണ്. നാളെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങൾ. നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയായിട്ട് ആ വലിയ ഉയർത്തെഴുന്നേൽപ്പിനെ, കർത്താവിൻ്റെ ആ ഒരു വലിയ റിസറക്ഷനെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഈസ്റ്റർ റിസൈറ്റൽ, പ്രത്യേകമായി ആ സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയ എല്ലാ അനുഗ്രഹങ്ങളെയും മുഖാന്തരങ്ങളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകമായി നമ്മുടെ ഇടവകയ്ക്കും ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ കൊയറിനും ഈ നാളുകളിൽ അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട സജി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായി ഈ ഒരു പ്രോഗ്രാം അത് അറേഞ്ച് ചെയ്യുന്നതിൽ അച്ഛൻ നൽകിയതായിട്ടുള്ള സപ്പോർട്ട്, അതേപോലെ തന്നെ കൊയർ അംഗങ്ങൾക്ക് നൽകിയതായിട്ടുള്ള കൈത്താങ്ങൽ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പ്രസിഡൻ്റായിട്ട് അച്ഛൻ ഇപ്പോൾ ആയിരിക്കുമ്പോൾ പ്രത്യേകമായി ദൈവകൃപയും അനുഗ്രഹങ്ങളും ബഹുമാനപ്പെട്ട അച്ഛന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട സജി തോമസ് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛൻ. ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വർഷം കൂടെ കഴിയുമ്പോൾ റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് അച്ഛൻ എന്ന് നമ്മൾ വിളിക്കണം. ആ തരത്തിൽ അച്ഛൻ മിസ്സിയോളജിയിൽ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും ഡോക്ടറേറ്റിൻ്റെ സ്റ്റഡീസ് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ കൊച്ചമ്മയും കുഞ്ഞുങ്ങളും നമ്മുടെ ആരാധനയ്ക്കും പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ VBSനും സൺഡേ സ്കൂളിലും എല്ലാ പ്രോഗ്രാംസിലും വളരെ ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഈസ്റ്റ് മാർത്തോമ ഇടവകയ്ക്ക് ഒരു പുതിയ മുഖമല്ല. നമ്മുടെ ഇടവകയിലെ പല ശുശ്രൂഷകൾക്കും ബഹുമാനപ്പെട്ട അച്ഛൻ വന്ന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതൊക്കെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ഞങ്ങൾക്ക് ഈസ്റ്റർ റിസൈറ്റലിന് മുഖ്യ സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ ഈ ഈസ്റ്റർ ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈസ്റ്റർ ഗാനസന്ധ്യ, ഈസ്റ്റർ റിസൈറ്റൽ ഇത്രയേറെ ഭംഗിയാക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ കൊയറാണ്. അവരുടെ അനേക നാളുകൾ നീണ്ടു നിന്നതായിട്ടുള്ള പരിശീലനം, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് പോകുന്നത്. വളരെയധികം സമയം കണ്ടെത്തി ഈ നാളുകളിൽ ലെൻറ്റിൻ്റെ പ്രെയർ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, തിരക്കുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദേവാലയത്തിൽ, എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ. എന്നാൽ അതിൽ നിന്നൊക്കെ സമയം കണ്ടെത്തി ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത് ഭംഗിയായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇത് അറേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം കൊയർ അംഗങ്ങൾ എടുത്തതായിട്ടുള്ള എഫേർട്ട്, അതിനെ പ്രത്യേകം നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകമായിട്ട് കൊയറിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള കൊയർ ലീഡർ മിസ് ലിസ, അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ, എനിക്ക് തോന്നുന്നു ഈ വർഷം ഒത്തിരി പേര് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുവാനായിട്ടുണ്ട്. അവരെല്ലാം ഏറെ സന്തോഷത്തോട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് കൊയറിനെ, ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ കൊയർ ഇവിടെ വളരെ ഭംഗിയായിട്ട് അവരൊരുങ്ങി വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു. ഈ ഒരുക്കം മാത്രമേ ഉള്ളൂ, അതോ ഇനി മനോഹരമായ പാട്ടുണ്ടോ എന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ കൊയറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാം ഇത്രയേറെ ഭംഗിയാക്കുന്നത്, വിജയകരമാക്കുന്നത് ഇടവാങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ കടന്നു വന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. കടന്നു വന്ന എല്ലാ ബാംഗ്ലൂർ ഈസ്റ്റ് മാർത്തോമ ഇടവകയുടെ ഇടവാങ്ങളെയും ഈ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. Thank you, Achan. Now I invite Reverend Saji Thomas Achan to lead us with a comma. Let's all stand. Glory be to the Father, and to the Son, and to the Holy Spirit. Holy, holy, holy Lord God of power and might, heaven and earth are full of thy glory. Hosanna in the highest. Holy art thou, O God. Holy art thou, immortal Lord. Holy art thou, O God. Holy art thou, immortal Lord. Holy art thou, O God. Holy art thou, immortal Lord. O Lord, have mercy on us. O Lord, accept our prayers and worship, and have mercy on us. Our Father in heaven, Lord God Almighty, we praise and thank you for providing us the way of salvation through your Son, Jesus Christ. Lord Jesus, we remember your great sacrifice, your patient endurance, and your eternal love. We can never thank you enough for all that you have done to redeem us all. Lord Jesus, you laid down your life. We have hope for tomorrow,
Lord Jesus, you were the sinless one, the spotless lamb, the one who knew no sin. Yet you took on the sins of the world so that we could be the righteousness of God. Thank you, Lord Jesus, for bearing the pain and agony of the cross for us, redeeming us. Forgive us, Lord, for the times we have taken this lightly. Lord Jesus, help us to live a life worthy of you and your calling. Help us to remember that those who believe in you and accept you as their Savior and Lord are a new creation in you. Lord, help us To live a life that pleases you. Help us to set our minds on things above, where you are. Be holy in all our thoughts, words, and deeds. Holy Spirit, to live each moment in sweet communion. Lord God, your desire everyone to come to this knowledge of the truth, that you are the hope of glory in each person who believes in you. Lord, to share this good news to many far and wide. Help us to intercede for those who don't know you, that they may enter into the abundance of life, love and joy that only you can give. In Jesus' name we pray. Amen. Please be seated. With the celebration of Palm Sunday, we entered the Holy Week. The events from Palm Sunday through the Passover, the crucifixion, and victorious Easter are sacred days celebrated by Christians all over the world. These are observed with reverence each year, reminding us of the depth of God's love that changed our eternal destinies forever. As Martin Luther said, is it not wonderful news to believe that salvation lies outside ourselves? Yes, we have not done anything to receive this precious gift. It is simply grace, and all of eternity will never be enough to thank our Savior Jesus for reaching down and rescuing us from the power of sin and death. Join us in worship as we journey through the Holy Week in this song service. We begin with visiting the events of Palm Sunday. This day marks the triumphant entry of Jesus into Jerusalem, where the people hail him as king. They realize that he could be the king that delivers them, and there is jubilant celebration and procession, just as it was prophesied in the scriptures. Mark chapter 11, verse 7 to 9. Then they brought the coal to Jesus and threw their clothes on it, and he sat on it. And many spread their clothes on the road, and others cut down leafy branches from the trees and spread them on the road. Then those who went before and those who followed cried out, saying, Hosanna! Blessed is he who comes in the name of the Lord. King
Israel, welcome to our hearts, here to reign in righteousness, O ruler of the world, ruler of our hearts, now ascend your throne. You are the King of kings, Hosanna. Blessed is he who comes in the name of the Lord. Hosanna, Hosanna, Hosanna. Blessed is he who comes in the name of the Lord. Hosanna, Hosanna, Hosanna. Hosanna, Hosanna, Hosanna. Hosanna, Hosanna, Hosanna. Jesus knew this triumphant procession was only taking him one more step closer to the cross, his purpose. In John chapter 1, verses 29, we read that when John the Baptist meets Jesus for the first time, he proclaims, "Behold the Lamb of God, who takes away the sin of the world." We were helpless to redeem ourselves. Jesus, as the Lamb of God, would have to bear the sin of the world and be sacrificed in order to save us. Nothing else would do. Jesus knew the cost, and he was still willing to pay. In the feast of the Passover, a spotless lamb is sacrificed, whose blood is applied to the doorposts
in remembrance of the first Passover, where the Lord's angel passed over the marked houses. Jesus came to this world as that sacrificial lamb. All the early sacrifices and rituals from the law were a shadow of things to come. Jesus fulfilled the scriptures. Billy Graham once said, "The blood of the lamb applied over the doorpost on the night of Israel's deliverance from Egypt distinguished the obedient from the disobedient. Just so, today, the applied blood of the Lamb of God is the distinguishing mark of God's called out ones, the church." Hebrews 9:11-14 and 28. But Christ came as high priest of the good things to come, with the greater and more perfect tabernacle, not made with hands, that is, not of his creation, not with the blood of goat and calves, but with his own blood he entered the most holy place once for all, having obtained eternal redemption. For if the blood of bulls and goats and the ashes of a heifer, sprinkling the unclean, sanctifies for the purifying of the flesh, how much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from the dead works to serve the living God? So Christ was offered once to bear the sins of many. To those who eagerly wait for him, he will appear a second time, apart from sin, for salvation. Kırtın,  Pesahar,   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  Pesahar,    Pesahar,    Pesahar,    Pesahar,    Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,   Pesahar,
Following the Passover, Jesus prepares himself to face the cross. He goes through agony of spirit and mind, knowing the cruelty that will be awaiting him. Who wouldn't shudder and shrink back at the thought of such torture? And Jesus cried out to the Father thrice. Mark chapter 14, verses 34 to 36. Then he said to them, "My soul is exceedingly sorrowful, even to death. Stay here and watch." He went a little farther and fell on the ground and prayed that if it were possible, the hour might pass from him. And he said, "Abba, Father, all things are possible for you. Take this cup away from me. Nevertheless, not what I will, but what you will." Luke 22:44. And being in agony, he prayed more earnestly. Then his sweat became like great drops of blood falling down to the ground. Jesus submitted to the Father's will and endured the scourging, the stripes, the insults, the humiliation, the nails, and the agony of crucifixion, all for you and me. Let us never forget Jesus took our place that day. തിരഞ്ഞെടുത്ത ജനത്തിലെ ശ്രേഷ്ഠരോടെ
Good Friday marked this day when wrath and mercy met at the cross. God gave us His all and held nothing back. What love is this? As Paul says in Romans 8, what then shall we say to these things? If God is for us, who can be against us? He who did not spare His own Son, but delivered Him for us all. Now, shall He met with Him also freely give us all things? Nothing can separate us from the love of Christ. So what should our response be? Jesus deserves our soul, our life, and our all. The grand culmination of the Passion Week falls on Easter Sunday. Our faith rests in the resurrection of Jesus Christ. Yes, we serve a risen Savior. The tomb is empty. He lives forever. May our hearts forever dwell on the magnitude of what Jesus did for us. 2 Corinthians chapter 5 verses 15. And he died for all that those who live
should live no longer for themselves, but for him who died for them and rose again. Verse 21, for he made him who knew no sin to be sin for us, that we might become the righteousness of God in him. Praise God for his indescribable gift. As we draw to the close of this service, let us go forth with a renewed commitment to our Savior. He deserves our all. When we ponder on all that Jesus did for us, his Holy Spirit will enable us to live for him gladly. As A.W. Tozer said, faith is not a once-done act, but a continuous gaze of the heart at the triune God. Believing, then, is directing the heart's attention to Jesus. It is lifting the mind to behold the Lamb of God
and never ceasing that beholding for the rest of our lives. Let us together worship our beautiful Savior. Now, I invite Reverend Philip to share the word of God. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയം കർത്താവിൻ്റെ ക്രൂശുമരണത്തോടും അവൻ്റെ ഉയർപ്പിനോടുള്ള പ്രത്യാശയോടും കൂടെ സന്ധ്യാസമയത്ത് ഇത്രയും പേർക്ക് കടന്നു വരുവാനും
ഈ പാഷൻ റിസൈറ്റിൽ സംബന്ധിപ്പാനും ദൈവം അനുവദിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി കൊയർ ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ ക്രിസ്മസ് കരോൾ സർവീസിന് വളരെയധികം ആളുകൾ ദേവാലയത്തിൽ കടന്നു വരാറുണ്ട്. അങ്ങനെ അതിനേക്കാൾ മനോഹരമായി ഞാൻ പല പാഷൻ റിസൈറ്റിൽ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ അർത്ഥവത്തായി മീനിങ് ഫുൾ, അതിനൊരു മെസ്സേജിൻ്റെ പോലും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത്രമാത്രം ക്രൂശിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ നമ്മുടെ മുമ്പിൽ ഗാനങ്ങളിലൂടെ വരച്ച് കാട്ടിയതായ കൊയറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇന്നിവരെ സംബന്ധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുകയാണ്. വലിയ കൺസേർട്ടിനൊക്കെ നമ്മൾ എത്ര രൂപ മുടക്കിയാണ് ആളുകൾ പോയിരിക്കുന്നത്. എന്നാൽ അല്പനിമിഷം നമ്മൾ ധ്യാനിച്ച് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ പാട്ടുകൾ, ഇവർ കൊയർ പാടിയതായ ഈ ഗാനങ്ങൾ നമ്മളെ എത്രമാത്രം ആത്മീയമായ കൃപകളിലേക്ക് നയിച്ചു എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്രകാരം അതിന് എഫേർട്ട് എടുത്ത് വളരെയധികം അധ്വാനിച്ചതായ കൊയറംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കും. ഇന്ന് നമ്മൾ വിഷയമായി ചിന്തിക്കുന്നത് ബിഹോൾഡ് ദ ലാംബ് എന്നുള്ളതായ ചിന്താവിഷയമാണ്. പാപത്തെ ചുമന്നൊഴിക്കുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ എന്ന് യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതായ വാക്യമാണ് ആപ്തവാക്യമായിട്ട്, കുറിവാക്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണിച്ചതായ പടം അത് തന്നെയാണ്. ഒരു ക്രൂശും അതുപോലെ ഒരു ആടും. എന്താണ് ഇത് നമുക്ക് നൽകുന്നതായ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, മാനങ്ങൾ എന്ന് നമുക്ക് വളരെ വേഗം ചിന്തിക്കാം. ഒന്ന്, the crucified Lamb of God signify a radical responsibility. യേശു കർത്താവ് അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നതിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ലോകരക്ഷയ്ക്കായി കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻ, അകന്നു പോകുന്നതിനെ അടുപ്പിക്കാൻ, അത് എൻ്റെ ജീവനാണ് മറുവിലെങ്കിൽ അതുപോലും നൽകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ലോകത്തോട് ഉദ്ഘോഷിക്കുന്നതാണ് കുഞ്ഞാട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ അറുക്കപ്പെട്ടതായ കുഞ്ഞാടിനെ ധ്യാനിക്കുന്നതായ നിമിഷങ്ങളിൽ ഈ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വരഹിതമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. When we ask to the politicians, they will say that we are not responsible for common people, we are not responsible for farmers. അതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഒരുപക്ഷെ വലിയ കോർപ്പറേറ്റ്സിനോട് കൈകോർക്കുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ വരുന്ന തലമുറ പറയും വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ അവർ പേരൻസ്. പ്രായമുള്ളവരോട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തമല്ല, ഞങ്ങളുടെ കരിയർ, ഞങ്ങളുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. ഇഫ് യു ആസ്ക് ടു അവർ ടീച്ചേഴ്സ്, ദേ മേ സേ ദാറ്റ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ അവർ സ്റ്റുഡൻസ്. ഞങ്ങൾക്ക് ലഭിച്ചതായ സിലബസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ അപ്പുറമൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ടത്. അങ്ങനെ വളരെ ഉത്തരവാദിത്തരഹിതമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് പറയുന്നു, വീണ്ടെടുപ്പിനായി, നിങ്ങളുടെ കൂട്ടിച്ചേരവനായി, നിങ്ങളുടെ മടങ്ങുവിനായി, രക്ഷയ്ക്കായി എൻ്റെ സ്വന്തം ജീവനെ പോലും ബലി കഴിക്കുവാൻ ഞാൻ തയ്യാറാണ്. അത് ക്രൂശിലും നമുക്ക് വളരെ വ്യക്തമാണ് അല്ലേ. ആത്മീയതയുടെ ഏറ്റവും ഉത്തുംഗമായ ക്രൂശിൽ യേശു കർത്താവ് ഭൗതികമായ ബന്ധങ്ങളെ മറന്നു പോകാത്തതായ കർത്താവാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതായ അമ്മയെപ്പോലും തൻ്റെ ശിഷ്യനായിരുന്നതായ യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കടന്നു പോകുന്നതായ യേശു, ബന്ധങ്ങൾക്ക് എത്രമാത്രം വില കൊടുക്കുന്നതായ കർത്താവിനെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ആത്മീയതയുടെ ഉന്നതത്തിൽ എല്ലാം മറക്കുന്ന ദൈവമല്ല, ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നതാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന് യേശു കർത്താവ് പറയുമ്പോൾ സാധാരണ ഒരു യഹൂദ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചതായ പ്രാർത്ഥനയാണ് ക്രൂശിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും കന്യക മറിയാമും ഈ പ്രാർത്ഥന യേശുവിനെ പഠിപ്പിച്ചതായ പ്രാർത്ഥനയാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ആ പ്രാർത്ഥന യേശു ഉരുവിടുമ്പോൾ അമ്മയുടെ വിശ്വാസത്തെ ഉദ്ഘോഷിക്കുന്നതായ ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അമ്മയുടെ വിശ്വാസത്തെ ഉദ്ഘോഷിക്കുകയും ക്രൂശിൽ തൻ്റെ അമ്മയെ മറക്കുന്ന, ബന്ധങ്ങളെ മറക്കുന്ന, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന കർത്താവ് ഈ സാമൂഹികമായ ബന്ധങ്ങളെ മറക്കുന്ന കർത്താവല്ല. അവിടെയും ആക്ച്വലി ഷീസ് അഫേമിങ് ദ ഫെയ്ത്ത് ഓഫ് ഹെർ മദർ. ഹീ ഈസ് പ്രൊക്ലെയിമിങ് ദ പ്രെയർ ഓഫ് ഹിസ് മദർ. ആ പ്രാർത്ഥനയിലൂടെ യേശു കർത്താവ് ഈ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നത്
ഈ ക്രൂശ് എന്ന് പറയുന്നത്, ഈ സഹനമെന്ന് പറയുന്നത്, ഇപ്രകാരമുള്ളതായ അനുഭവം എന്ന് പറയുന്നത് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതായ അനുഭവമാണ്. നിങ്ങളുടെ വിടുതലിന് വേണ്ടി എന്നെ തന്നെ ബലി കഴിക്കുന്നതായ കർത്താവ്. 2, ഈ കർത്താവിൻ്റെ ക്രൂശിതനായ യേശുവിനെ നോക്കുമ്പോൾ, അറുക്കപ്പെട്ടതായ കുഞ്ഞാടിനെ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് അടുത്ത് വരുന്നത്? തീർച്ചയായിട്ടും ഇറ്റ് കോൾസ് us ഫോർ എ റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി. യേശു കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൽ ഇടമില്ലാത്തവനും തള്ളപ്പെട്ടവനും ഒറ്റപ്പെട്ടവനും എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് ഉദ്ഘോഷിക്കുന്നതായ സമയമാണ് ഈ നിമിഷങ്ങൾ. ക്രൂശിൽ കിടന്നതായ കള്ളനെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ സംഭവിക്കുന്നത് ഒരുപക്ഷെ എല്ലാവരാലും തള്ളപ്പെട്ടതായ വ്യക്തികൾക്കും നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് യേശു പ്രഘോഷിക്കുന്നത് പോലെ ഇത് വിശുദ്ധന്മാരുടെ മാത്രം ഇടമല്ല, പിന്നെയോ തള്ളപ്പെട്ടവരെയും ഒറ്റുകൊടുക്കപ്പെട്ടവരെയും ഇല്ലായ്മക്കാരുടെയും ഇടമില്ലാത്തവനും എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് ഉദ്ഘോഷിക്കുന്നതായ ഇടമാണ്. നമ്മൾ സാധാരണ കാണുന്നതായ പോസ്റ്ററാണ് അല്ലേ, യേശുവിൻ്റെ ക്രോസ്, അതിൻ്റെ അകത്ത് ഒരു പിങ്ക് ഷോൾ ഇട്ടിട്ട് ഒരു സാധാരണ എപ്പോഴും നമ്മൾ കാണുന്നതായ പോസ്റ്ററാണ്. അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, I asked Jesus, how much do you love me? എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു? ക്രൂശിതനായ യേശുവിനെ ഇവിടെ കാണുന്നില്ല, കുരിശ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിലൂടെ കർത്താവ് ഈ ലോകത്തോട് പറയാണ്, he stretched forth his hand and said to him, I love this much. ഇത്രത്തോളം ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ വിശാലമായ കൈകളിലൂടെ കർത്താവ് പറയുന്നത്, ഞാൻ ആടുകളുടെ വാതിലാണ്. എന്താണ് ആടുകളുടെ വാതിൽ? ഞാൻ നല്ല ഇടയൻ മാത്രമല്ല, അറുക്കപ്പെട്ടതായ കുഞ്ഞാട് മാത്രമല്ല, ആടുകളുടെ വാതിലാണ്. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ജനിക്കപ്പെടുവാൻ ഈ ലോകത്തിൽ കർത്താവ് ഇടം തേടിയപ്പോൾ എല്ലാ ഇടങ്ങളും അവന് വേണ്ടി കൊട്ടിയടയ്ക്കപ്പെട്ടതായ ഇടങ്ങളായിരുന്നു. എന്നാൽ വെളിപാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജനനം മുതൽ മരണം വരെ യേശു കർത്താവ് ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോഴും അവൻ വാതിലിൻ്റെ വെളിയിലാണ്, അവൻ സ്വന്തമായതിലേക്ക് വരികയാണ്. ഈ ലോകം മുഴുവൻ അവൻ്റെ നേരെ വാതിൽ അടയ്ക്കുമ്പോഴും യേശു കർത്താവ് പറയുന്നു, ഐ ആം ദ ഗേറ്റ് ഓഫ് ഷീപ്പ്. ആടുകളുടെ വാതിലാണ്, എനിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടതായ വാതിൽ. ഇതിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു തുറവിയുടേതായ അനുഭവം, എല്ലാവർക്കും ഇടം നൽകുന്നതായ ഹൃദയത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രഷനാണ് ഈ ക്രൂശ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായ ക്രൂസിഫൈഡ് ലാംബ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് മനസ്സിലാകും. മൂന്നാമതായി എന്താണ് ക്രൂസിഫൈഡ് ലാംബ് ഓഫ് ഗോഡ് എന്ന ഇമേജ് നമ്മുടെ മനസ്സിൽ നൽകുന്നത്? ഇത് വൈഗേറിയസ് സഫറിംഗ് ആണ്, എ റാഡിക്കൽ സഫറിംഗ് ഫോർ അതേഴ്സ്. മുമ്പേ പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ്. വൈഗേറിയസ് സഫറിംഗ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് എൻ്റെ വേദനകൾ എനിക്ക് വേണ്ടി സഹിക്കുന്നതല്ല, എന്നാൽ മറ്റുള്ളൊരാൾക്ക് വേണ്ടി സഹിക്കുമ്പോഴാണ്. അപ്രകാരം വേദനകൾ സഹിക്കുമ്പോൾ കർത്താവ് ഈ ലോകത്തോട് പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലോകത്തോട് പറയുന്നത്, നിൻ്റെ വേദനകളിൽ ഞാൻ ഇരിക്കുന്നവനായ ദൈവമാണ് എന്നുള്ളതായ ഉറപ്പാണ്. നമുക്കറിയാം, ഏറ്റവും വളരെ ഒരു തിയോളജി എഴുതിയ ബുക്കാണ് ഡിസേബിൾഡ് ഗോഡ്. അവർ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ്, ഞാൻ ഈ വീൽ ചെയറിലിരിക്കുമ്പോൾ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായിരിക്കുമ്പോൾ മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ കരങ്ങളിൽ ആണിപ്പഴുതുണ്ട് എന്ന് പറഞ്ഞാൽ വിലാവിൽ കുത്തുണ്ട്. സാധാരണ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആണിപ്പഴുത് മാറണം, വിലാവിലെ ഈ മുറിവ് മാറണം. എന്നാൽ തോമസ് അപ്പോസ്തലന് വെളിപ്പെടുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് കാണിക്കുന്നത് തൻ്റെ ആണിപ്പഴുതിലെ ഈ മുറിവുകളാണ്, ഹൃദയത്തിലേതായ മുറിവുകളാണ്. സോ അവർ പറയുന്നത്, ഐ ലൈക്ക് ബിക്കോസ് അവർ ഗോഡ് ഈസ് എ ഡിസേബിൾഡ് ഗോഡ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ വൈകല്യങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ പരിതപിക്കുന്ന ദൈവമല്ല, വൈകല്യങ്ങളോടുകൂടെ എന്നെ കരുതുന്നവനായ എൻ്റെ കർത്താവാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഇത് വൈഗേറിയസ് സഫറിങ് എന്ന് പറയുമ്പോൾ യേശു, നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രക്മേശ ഖവേന്ദ്രവും തീച്ചൂളയിലായിരിക്കുമ്പോൾ തീച്ചൂളയെ കെടുത്തുന്ന ദൈവത്തേക്കാൾ ഏറ്റവും മനോഹരമായ ഇമേജ് തീച്ചൂളയിൽ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലേ. നമ്മുടെ വേദനകളിൽ നമ്മൾ വിചാരിക്കും, എന്നോടുകൂടെ ഈ തീച്ചൂള സമാനമായ അനുഭവങ്ങളിൽ എന്നോടുകൂടെ നടക്കാൻ ആരുമില്ല എന്ന് ഞാൻ വ്യാകുലപ്പെടുമ്പോൾ ആ തീച്ചൂളയെ കെടുത്തുന്ന, അത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. എന്നാൽ കെടുത്തുമ്പോൾ മാത്രമല്ല ദൈവസാന്നിധ്യം കാണുന്നത്, തീച്ചുള്ള സമാനമായ അനുഭവങ്ങളിൽ എന്നോടുകൂടെ നടക്കുന്നവനായ ദൈവത്തെ ഞാൻ തിരിച്ച്. ക്രൂസിഫൈഡ് ലാംബ് ഓഫ് ഗോഡ്.
റെവലേഷൻ ചാപ്റ്റർ 5 കാണുന്നു, ഈ ക്രൂശിതനായ കർത്താവ് ഈ സിംഹാസനസ്ഥനായ കർത്താവാണ്. ഈ സിംഹാസനസ്ഥനായ കർത്താവ്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ എ ക്രൂസിഫൈഡ് ലാംബ് ഓഫ് ഗോഡ്. ദൈവത്തിനു വേണ്ടി അറുക്കപ്പെട്ടതായ കുഞ്ഞാട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ വേദനകളിൽ എന്നോടുകൂടെ വേദനപ്പെടുന്ന ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ശൗൽ ഉപദ്രവിക്കുന്നത് യേശു കർത്താവിനെയല്ല, ആദിമ വിശ്വാസികളെയാണ്. എന്നാൽ ദൈവം പറയുന്നു, നീ ആദിമ വിശ്വാസികളെയാണ് ഉപദ്രവിക്കുന്നതെങ്കിലും അവർ ഏൽക്കുന്നതായ മുറിവുകൾ എൻ്റെ കൂടെ മുറിവായി മാറുമ്പോഴാണ് this crucified lamb of God become meaningful expressions in our life. ദൈവം പറയുന്നു, നിൻ്റെ വേദനകളിൽ നിന്നോടുകൂടെ സദാ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെതായ സ്ഥാനം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നൽകുന്നു. എൻ്റെ വേദനകളിൽ എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ വേദനകളിലോടുകൂടെ എന്നോടുകൂടെ മുറിപ്പെടുന്നതായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ ക്രൂസിഫൈഡ് ലാംബ് ഓഫ് ഗോഡ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രൂശിൻ്റെയും ഉയർപ്പിൻ്റെയും മധ്യയുള്ള ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ ആവശ്യമുണ്ട്. എ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി. നിൻ്റെ ജീവന് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ മറുവിലയായി നൽകാമെന്നുള്ളതായ ഒരു പൂർണ്ണമായ, അത് കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത് മാത്രമല്ല, നമ്മളും മറ്റുള്ളവരുടെ ജീവൻ്റെ വാഹകരായി തീരുവാൻ, ജീവനെ പരിപോഷിപ്പിക്കുന്നവരായി തീരുവാനുള്ള കമ്മിറ്റ്മെൻറ്റും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. 2, എ റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി. ദൈവം പറയുന്നു, നിനക്കിടമില്ലാത്തവനും എൻ്റെ സന്നിധിയിൽ ഇടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് കർത്താവ് പ്രഘോഷിക്കുന്നതായ നിമിഷങ്ങളാണ്. 3, കർത്താവ് ഇതിലൂടെ പറയുന്നു, നിൻ്റെ വേദനകളിൽ നിന്നോടുകൂടെ എ കോ സഫർ, നിന്നോടുകൂടെ സഹിക്കുന്നതായ, നിന്നോടുകൂടെ സഞ്ചരിക്കുന്നതായ, സദാ നിന്നോട് നിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നോട് ചേർന്ന് നടക്കുന്നതായ ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഈ രാത്രിയിൽ നമുക്ക് പ്രാപിക്കാം. അപ്രകാരം ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ഉറപ്പിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളായി നിലനിൽപ്പാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. Thank you, Arjun, for the meaningful message and reminding us that Jesus is the door, our way to salvation, safety, and a new life in Him. Now, let us all join together in singing the closing hymn, Yeshu Christu Uyertu. I now invite Ajay Joy to deliver the vote of thanks. Good evening, everyone. First, want to thank our chief guest, Reverend Philip Philip. He's not a stranger to us, but thank you, Archon, for reminding us to reflect
the love of Christ, and through our responsibilities, our hospitality, and in the suffering, and how we deal with one another. And it's a reminder, especially at this time of Easter, how this is the calling that we all have. Thank you, Achin, for your very short but very meaningful message. Thank you very much. This evening would not be possible if the choir had not taken the effort to do this. And as Achin just mentioned, want to thank the choir for selecting the readings and selecting the songs that causes us to reflect on what Christianity is about. As Achin contrasted with the Christmas Carol service, where people have loved the joy and pomp of a birth, nobody celebrates a death. But I think as today, as reflecting on the Holy Week and the Lent, culminating in Easter, what you took us through in a reflective, meditative manner through the songs. Thank you very much for the song selection, for expressing through your talent the love of Christ that He shed on the cross for us. Thank you very much. Lisa, thanks a lot for a lot of effort that you've done. The singers, I know your family suffered through the last few weeks and months. Thank you very much. And the Krios band, Aaron Ajay was on the acoustic guitar, Aaron Sam on the bass guitar, Joseph Thomas Joy on the lead guitar, Roshan and Noel on the keyboards. Thank you very much. I know Lisa especially told me thank you very much for taking the time in the middle of your exams to come and prepare and practice with them. And Regina Auntie, thank you for your support for this game. Especially want to thank Regina and Georgie Matthew Uncle for their support in the choir. Young and old are here. Thank you very much for doing that. Also want to thank Jinu, Sinil and Mukesh for their support. Priya Jackson, who was the MC and who did the work on the slides, and Grace Media, who did the audio visual. And last of all, but more important, thank you for being part of this journey that all of us took through the Holy Week in a matter of an hour. Thank you the choir for making it crisp and short, but at the same time we went through the whole experience. Thank you very much, and God bless you. Thank you, Ajay. Now, I invite our Reverend Saji Thomas Achin for the closing remark, prayer and benediction. Jesus is the endless hope of the world. യേശു കർത്താവ് ലോകത്തിൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. ഈസ്റ്റർ അതെല്ലായ്പ്പോഴും നമ്മളെ വിളിച്ചു പറയുന്ന ഒരു അനുഭവമാണ്. ആൻഡ് എ ലൈഫ് വിത്തൗട്ട് ദിസ് എൻഡ്ലെസ് ജീസസ്, ഇഫ് we are traveling without Jesus, it will end at our grave. യേശു ഇല്ലാത്ത ഈ ജീവിതം അത് കല്ലറയിൽ അവസാനിക്കും. എന്നാൽ this life, it is with Jesus. It is something beyond the grave. അതുകൊണ്ട് ഓരോ ഈസ്റ്റർ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വലിയൊരു മെസ്സേജാണ്. വിശ്വാസികൾ, ക്രിസ്തു വിശ്വാസികൾ, അത് യേശുവിനോട് ചേർന്ന് ഉള്ള യാത്രയാണ്. ഇറ്റ്സ് എ ജേർണി വിത്ത് ദ ജീസസ് ഹു ഈസ് ദ ഹോപ്പ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ നല്ല ഉയർപ്പിൻ്റെ സാക്ഷികളായി തീരുവാൻ ഈ യാത്ര നമുക്ക് തുടരാൻ ഇടയായി തീരട്ടെ. അന്ധകാരം നിറഞ്ഞ ലോകം, അന്ധകാരത്തിൻ്റെ ശക്തികൾ നിറഞ്ഞ ലോകം, എന്നാൽ അവിടെ ക്രിസ്തുവിനോടുകൂടെ ഉള്ള യാത്രയാണെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായി മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ഇടയാക്കും. ആൻഡ് കമ്മിങ് ടു ദ പാഷൻ റിസൈറ്റൽ ഓഫ് ദിസ് ഇയർ, ഇറ്റ് വാസ് ജസ്റ്റ് ഓസം. വളരെ ഭംഗിയായി നന്നായിട്ട് അവതരിപ്പിച്ചു. പാഷൻ വീക്കിൻ്റെ മൊത്തം എക്സ്പീരിയൻസസ് പാട്ടിലൂടെ വളരെ മനോഹരമായി അവതരിപ്പിച്ച കോയറിനെ ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടെ അനുമോദിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യും. ക്രിസ്മസിൻ്റെ ആ തിരക്കുകൾ കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഫെബ്രുവരി മാസം മുതൽ റിസൈറ്റലിൻ്റെ പ്രാക്ടീസ് തുടങ്ങി. ഏകദേശം 3 മാസക്കാലം
വളരെ എഫേർട്ട് എടുത്ത് മണിക്കൂറുകൾ ഞായറാഴ്ച സർവീസ് കഴിഞ്ഞിട്ട് പിന്നെയും നിൽക്കും. ഒരു 5-6 മണി 7 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന അവരുടെ പ്രാക്ടീസ്. ദേ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്, പുട്ട് ലോട്ട് ഓഫ് ടൈം. ഇവരെല്ലാം കുടുംബമുള്ളവരാണ്, മക്കളുള്ളവരാണ്, ജോലിയുള്ളവരാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി കുറേയേറെ സമയം പ്രാക്ടീസിന് വേണ്ടി, ഇന്നത്തെ ഈ ഒരു സമയത്തിന് വേണ്ടി വളരെയധികം എഫേർട്ടുണ്ട്, അധ്വാനമുണ്ട്. അവരെല്ലാവരെയും പ്രത്യേക I appreciate all the effort put up by the choir. Appreciate you all. And I appreciate the band with white dress, all the youngsters here. And you are the hope of the church. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. I appreciate you all. I appreciate also Regina Auntie, Georgie uncle, your effort, time you spent here. May God bless you. I appreciate you all. And finally I appreciate the choir leader, Lisa. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു choir ലീഡറാണ്. വളരെ ചിട്ടയായിട്ടെല്ലാം നടക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു ലീഡർ, അല്ലേ? ഷീ ഹാസ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇടയ്ക്കിടയ്ക്ക് ചൂടാകുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. I appreciate Lisa from the bottom of my heart. God bless you. It is worth. God bless you again and your family. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വന്ന മെയിൻ മെസ്സേജ് അവതരിപ്പിച്ച എൻ്റെ വളരെ അടുത്ത, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഫിലിപ്പച്ചൻ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വെറും ഒരു അച്ഛനായതുകൊണ്ട് മാത്രമല്ല, വളരെ കൊള്ളാവുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെ ഞാൻ വളരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അച്ഛൻ വന്നാൽ വളരെ സന്തോഷം. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് നന്ദി, സന്തോഷം അറിയിപ്പിക്കുന്നു. മഞ്ജുഷ് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളെല്ലാം ഉള്ള നന്ദി, സന്തോഷം അറിയിക്കുന്നു. നാളത്തെ ഉയർപ്പ് ശുശ്രൂഷ നമുക്കെല്ലാവർക്കും ഏറെ അനുഗ്രഹമായി തീരട്ടെ. വൺസ് അഗെയിൻ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഉയർപ്പിൻ്റെ ദൈവമേ, ഈ ലോകത്ത് അന്ധകാരത്തിൻ്റെ ശക്തികളുള്ളപ്പോൾ നീ ഈ ലോകത്തിൻ്റെ വെളിച്ചവും ഈ ലോകത്തിൻ്റെ വാതിലും ഞങ്ങളെ കല്ലറയ്ക്ക് അപ്പുറം നടത്തുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ ഒരാഴ്ചക്കാലം, ഈ കഴിഞ്ഞ 50 ദിവസക്കാലം ദൈവമേ, പ്രാർത്ഥനയോടുകൂടെ നിൻ്റെ സന്നിധാനത്തിനടുത്ത് വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസത്തെ ഞങ്ങളുടെ ആരാധനകളും ധ്യാനങ്ങളും നീയാകുന്ന ആളത്വത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രത്യേകിച്ച് പാഷൻ റിസൈറ്റൽ വ്യാപരിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം. വളരെയധികം അധ്വാനവും വളരെയധികം ഡെഡിക്കേഷൻ അതിൻ്റെ പിൻപിലുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കോയറിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്ത നല്ല സമർപ്പണത്തിനായി, നല്ല താലന്തുകൾക്കായി സ്തോത്രം. 30-60 മേനിയായിട്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ സഭയ്ക്ക് കർത്താവിന് അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാ നിൻ്റെ മക്കൾക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾ കടന്നു പോകുന്നു. നാളെ പ്രഭാതം കർത്താവെ ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും നീ കരുതുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കാവലും നാമെല്ലാവരുടെയും കൂടെ, പ്രത്യേകിച്ച് കോയർ മെമ്പേഴ്സിനോടുകൂടെ, ലീഡറിനോടുകൂടെ, പങ്കെടുത്ത എല്ലാ നിൻ്റെ മക്കളോടുകൂടെ ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്.